നിന്നെ വിളിച്ചു കയറ്റിയത് ഇവളായതുകൊണ്ട് നീ എന്താ ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ അവസ്ഥ ദയനീയം തന്നെ. ഭാര്യയെ കാണാൻ പാത്തം പതുങ്ങി പാതിരാത്രി മതിരി ചാടണം. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. വല്യച്ചയുടെ മോള് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും അറിയാതെ ഐസിയിൽ കിടക്കുന്ന സമയം നോക്കി രഹസ്യക്കാരനെ അകത്തേക്ക് വിളിച്ചു കയറ്റിയിരിക്കുന്നു. ഞാൻ വന്നത് അമ്മൂനെ തീർക്കാനാ. നിന്നോടത് പറയാൻ ഞാൻ മടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒന്നിച്ചവളെ കൊന്നുകളയാൻ പോയവരല്ലേ ദിനേശ. ഇന്ന് സാഹചര്യമൊക്കെ ഒത്തു വന്നപ്പോ ഞാനിങ്ങി പോന്നു. ഇനി അത് നടക്കില്ല. അവളുടെ മുമ്പിൽ ചെല്ലാൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കില്ല. എന്തിനാ ദിനേശ ഈ വേഷം കെട്ട്? നീ എന്തോ വെറുതെ വിഴുങ്ങാൻ തുറന്നിരിപ്പാണെന്ന് എനിക്കറിയാം. അതിനുള്ള മറയാ നിന്റെ ഈ വേഷം കെട്ട്. കാക്ക മലർന്നു പറന്നു വരും, പക്ഷെ ദിനേശ മാറില്ലെന്ന് എല്ലാവർക്കും അറിയാം. നീ കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. അവളെ വകവരുത്താൻ പോയതാടാ ഞാൻ. അവളുടെ കൂടെ നിന്റെ ഭാര്യയെ കണ്ടതുകൊണ്ടാ ഞാൻ വേണ്ടെന്ന് വെച്ചത്. അത് സത്യമാ ദിനേശ. എന്റെ അനിയത്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുള്ളോണ്ടാ ഗൗതത്തെ ഞാൻ തടഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഗൗതം വന്നു പോയതുപോലും നീ അറിയില്ലായിരുന്നു. ഒന്നിനു പകരം 2 ശവങ്ങൾ നിനക്ക് കാണേണ്ടി വന്നേനെ. അത് ചെയ്തത് മംഗലശ്ശേരിയുടെ പുതിയ ശത്രുവായ ആ സ്ത്രീയിൽ മുദ്ര ചാർത്താനും കഴിഞ്ഞേനെ. ശരിക്കും നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള കളിയാണോ ഇത്? ശ്രീകുട്ടിയുടെ ജീവന് വേണ്ടി കൊതിക്കുന്നതേ നിങ്ങൾ തന്നെയാ. ഞങ്ങളൊന്നും അല്ല ദിനേശ. ഞാൻ എന്തിനാ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്നേ? അതും എന്റെ വല്യച്ചയുടെ മോളെ. ശത്രുവുണ്ട്, അത് നിനക്കും എനിക്കും ആപത്ത് തന്നെയാ. ഇപ്പൊ കിട്ടിയ അവസരത്തിന് ആ പെണ്ണിനെ ഒഴിവാക്കാനാ നോക്കേണ്ടേ. നിന്റെ അഭിനയം നിർത്തി നീ ഞങ്ങളോട് സഹകരിക്ക. മംഗലശ്ശേരിക്കാർക്ക് മൊത്തത്തിൽ നല്ല സമയമല്ല. സ്വന്തം ചൂട് ഉറപ്പിക്കാനാ നീ ഇപ്പൊ ശ്രമിക്കേണ്ടത്. ഞങ്ങൾക്ക് ആ പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മൂന്നാറിലേക്ക് പോയപ്പോ എന്റെ കൂടെ നിന്നതുപോലെ ഇന്ന് നീ അല്പം ഒന്ന് കണ്ണടച്ചാൽ മതി. അതെ, ദിനേശനന്റെ ഗുണമുണ്ടാവും. നീ കാവേരി അമ്മൂന്റെ റൂമിൽ നിന്ന് മാറ്റി തന്നാ മതി. ഗൗതത്തിന്റെ ജോലി തീർത്ത് പോയിക്കോളൂ. നിനക്കതിൽ ഗുണമുണ്ട് ദിനേശ. എന്തു ഗുണം? ചെറിയ ഇരയിട്ട് വരാലിനെ പിടിക്കുന്ന പരിപാടിയെ ഞാൻ അങ്ങ് നിർത്തി. പിടിക്കുന്നെങ്കിൽ സ്രാവിനെ. അതാ ഈ ദിനേശന്റെ ഒരു ലൈൻ. പിന്നെ നിങ്ങൾ രണ്ടുപേരെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. സംസാരിക്കുന്നത് പോലും റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യും. അത് വെച്ചാ നിങ്ങൾ എന്നെ ഒതുക്കി കളഞ്ഞത്. മൂന്നാറിൽ അമ്മൂനെ ഫിനിഷ് ചെയ്യാൻ കൂടെ വന്നാൽ 10 ലക്ഷം രൂപ തരാമെന്നല്ലേ ഓഫർ ചെയ്തത്. എന്നിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റേതാക്കി മാറ്റി എന്നെ നൈസായിട്ട് അങ്ങ് തേച്ചൊട്ടിച്ചു. ഇപ്പോഴെന്തായി? നീയല്ലേ പറഞ്ഞത് ദിനേശൻ ശരിക്കും മാറിയെന്ന്? ദിനേശന് ഒരു മാറ്റവും വന്നിട്ടില്ല. ദിനേശൻ മാറിയത് നേരാ. അത് നിങ്ങളുടെ ചേരിന്ന്. എനിക്ക് എന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. ഗൗതം സ്ഥലം കളിയാക്കാൻ നോക്ക്. ദിനേശന് നീ എന്തു കൊടുക്കും അത് പറ. ദിനേശൻ അവന്റെ ഭാര്യ ആ റൂമിൽ നിന്ന് മാറ്റിത്തരും. 25 lakhs നാളെ ദിനേശന്റെ കയ്യിലെത്തും. ഇപ്പൊ കിട്ടോ? നടക്കോ? നാളെ നിങ്ങൾ അമ്മൂനെ കൊന്നിട്ട് അതും എന്റെ തലയിലാക്കും.
ദിനേശന് തരാനുള്ള 25 lakhs നാളെ മടക്കി തരാമെന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്റെ ഫോണിൽ നിന്ന് ദിനേശന്റെ ഫോണിലേക്ക് അയച്ചാൽ വിശ്വാസാവില്ലേ? $25 ലക്ഷം കിട്ടിയ ദിനേശന്റെ പുളിക്കോ? അഭിനയത്തിന്റെ കാര്യത്തിൽ ദിനേശനെ വെല്ലാൻ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അമ്മോ ദിനേശനെ നന്നാക്കിയെടുത്തുന്ന ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നു. ദിനേശൻ എന്തോ വലുത് കണ്ടു തന്നെയാ കാവ്യ അണിഞ്ഞു നിൽക്കുന്നത്. അതെന്താണെന്ന് നീ മനസ്സിലാക്കണം. ഞാനത് അന്നേരം തന്നെ മനസ്സിൽ കുറിച്ചതാ. പക്ഷേ 25 ലക്ഷം രൂപ നാളെ കൊടുക്കാതെ നിവർത്തിയില്ല. പണം കിട്ടിയില്ലെങ്കിൽ കടം വാങ്ങിയെന്ന് പറഞ്ഞ് ദിനേശൻ മാന്യനായി ചമഞ്ഞ് സഞ്ജുവിന് വരെ അത് കാണിക്കും. അത് പോട്ടെന്ന് വെക്ക്. 25 ലക്ഷത്തെക്കാൾ വലുതാ എനിക്ക് അവളോടുള്ള പക. ഇനി അവളെ തീർക്കാൻ പോകുന്നത് വേദനിപ്പിച്ചായിരിക്കും. വേദന തിന്നവൾ ഇഞ്ചിഞ്ചായി മരിക്കണം. മാണിക്യമംഗലത്തെ കൃഷ്ണശിലയ്ക്ക് മുന്നിൽ ശ്രീകുട്ടിയെ കൊണ്ട് വിളക്ക് വെപ്പിച്ചത് അവളാ. അതിന്റെ പ്രായശ്ചിത്തത്തിന് അവളുടെ കുരുതി കഴിഞ്ഞൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് നീ കാവേരി റൂമിൽ നിന്ന് മാറ്റിയോ? ഞാൻ പോയതേ കാവേരി തട്ടി ഉണർത്തി വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്യാൻ പറയാനാ. നിങ്ങൾ എന്താ കരുതിയത്? 25 ലക്ഷം രൂപ എറിഞ്ഞു തന്നാ ഞാൻ എന്റെ പെങ്ങളെ നിങ്ങളെ മുമ്പിൽ ഇട്ടു തരുമെന്നോ? ആർക്കും വിലമതിക്കാൻ കഴിയാത്ത മാണിക്ക കല്ലാവള്. അവളെ എന്റെ കൂടെ പറപ്പടാ. അവളാര് തൊട്ടാലും അവന്റെ കൈ ഞാൻ വിട്ടു. എന്താ ആളെ കളിയാക്കുന്നു? അതെ, ഇത് നിനക്കുള്ളതാ. നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് മാത്രം ഇവന് കൊടുക്കുന്നതേ ഉള്ളൂ. വാടാ, വന്ന് കുത്തടാ. അതിനുള്ള ചങ്കൂറ്റം നിനക്ക്. ഇവൻ എന്റെ മുഖത്തൊളിച്ച് ഞാൻ ക്ഷമിക്കണം. ആര് പറഞ്ഞടാ നിന്നോട് ക്ഷമിക്കാൻ? നീ വാടാ, നിനക്ക് കിട്ടേണ്ടത് ബാക്കി കൂടെ വാങ്ങിച്ചെടുക്ക്. വേണ്ട ഗൗതം, പ്ലീസ്. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും. എന്നിട്ട് കെട്ടിയിട്ട് അച്ഛനെ അമ്മയും വിളിച്ച് കാണിച്ചു കൊടുക്കും. കവിത ഇവിടെ നിൽക്കുന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ടടാ. നീ അവളുടെ ആരാണെന്ന് അവള് പറയില്ലടാ. അവളെ ഓടി റൂമിൽ കയറി വാതിലടയ്ക്കും. സഞ്ജു വരുന്നതുവരെ നീ ഇവിടെ തന്നെ കിടക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം നിനക്ക്. കൃത്യമായി അവൻ ഈ ദിനേശനെ ക്ഷൗരം ചെയ്യാൻ വന്നിരിക്കുന്നു. പോടാ ഗൗതം, ഗൗതം ഇപ്പൊ പോ പ്ലീസ്. ഒച്ച കേട്ട് അച്ഛൻ എഴുന്നേറ്റ് വന്ന എനിക്ക് പറയാൻ മറുപടിയില്ല. പറയുന്ന കേക്ക് ഗൗതം. ഗൗതം പ്ലീസ് പറയുന്ന കേക്ക്. ഇവനെ ഞാൻ വിടില്ല. എടാ, നീ എന്നെ എന്ത് ചെയ്യുന്നോടാ? എടാ,
പേടിയൊന്നൊരു വികാരം ഇല്ലാത്തവനാ ഈ ദിനേശൻ. പിന്നെയാ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത നിന്റെ ഒരു ഭീഷണി. ഗൗതം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, പ്ലീസ് പറയുന്ന കേക്ക്. അതെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. നീ വന്നതുപോലെ മതിൽ ചാടി വേണം പോകാൻ. പിന്നെ ഇതും കൂടെ കേട്ടോ, CCTV ക്യാമറയിൽ പതിയാതെ നിനക്ക് ഇവിടുന്ന് പോകാനും ആവില്ല. നാളെ ഞാൻ അതിന്റെ ഫൂട്ടേജും എടുത്തു വയ്ക്കുന്നുണ്ട്. വെറുതെ ഒരു രസത്തിന്, ചുമ്മാ. ഗൗതം, പറയുന്ന കേക്ക് പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കല്ല, ഞാനല്ലേ പറയുന്നത്. നടക്ക്. നീയൊന്ന് നിന്ന്. 25 ലക്ഷം രൂപ നാളെ എനിക്ക് കിട്ടിയിരിക്കണം. അതെ, നീ എന്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയതിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. നീ കാണിച്ച തെമ്മാടിത്തരത്തിനെ ഒരു പിഴയായി കണ്ടാ മതി. നാളെ കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മോളെ, അത് ഏതു വഴിക്ക് വാങ്ങിക്കാനും ഈ ദിനേശനറിയാം. വായ്പ വാങ്ങിയ പണം മടക്കി കൊടുക്കണ്ടെന്ന് ആരും പറയില്ല. നീയേ അതിബുദ്ധി കാണിച്ചതേ ഈ ദിനേശനോടാ. എല്ലാ തരികിട കോഴ്സുകളും A+ പാസ്സായ ഈ ദിനേശനോട്. കാവേരി ചേച്ചി ഇങ്ങനെ ഇവിടെ വന്നു? കാവേരി ചേച്ചി, കാവേരി ചേച്ചി. അമ്മ ഉണർന്നോ? ഇന്നലെ എപ്പോഴാ കാവേരി ചേച്ചി ഇവിടെ വന്ന് കിടന്നേന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. വല്ലാത്ത ക്ഷീണമായിരുന്നു, കിടന്നതേ ഓർമ്മയുള്ളൂ. അതിനു വേണ്ടതൊക്കെ അമ്മ ക്ഷേത്രത്തിൽ പോയി ചെയ്തില്ലേ? ഞാനെന്തേലും അവിവേകം പ്രവർത്തിക്കുമെന്ന് കരുതിയാണല്ലേ കാവേരി ചേച്ചി കൂട്ടുകിടക്കാൻ വന്നത്? എന്തിനല്ലെന്ന് പറയണം. നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാമോ? ഒരു പേടിയും വേണ്ടെന്ന് ദിനേശേട്ടൻ പറഞ്ഞെങ്കിലും എനിക്ക് സമാധാനം ഇല്ലാതായി. ശ്രീകുട്ടി അപകടനില തരണം ചെയ്തെന്ന് കേട്ടാലും നിന്റെ മനസ്സ് ഏത് വഴിക്കാ പോകുന്നതെന്ന് ദൈവത്തിനല്ലേ അറിയൂ. എന്റെ തീരുമാനങ്ങൾ ഞാൻ കാവേരി ചേച്ചിയോട് പറഞ്ഞതല്ലേ. ചേച്ചിയുടെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല. ഇനി ചേച്ചിയുടെ നേരെ എന്നല്ല, ഈ വീട്ടിൽ ആരുടെ ജീവന് വേണ്ടിയും ഒരു ദുഷ്ടശക്തിയും വന്നൂടാ. അത് തടയുകയാണ് ഇനി എന്റെ ജീവിതവ്രതം. സഞ്ജുവും ദിനേശേട്ടനും വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നീ എന്ത് ചെയ്യാനാ അമ്മു? അവൾ ആരാണെന്ന് ആർക്കും അറിയില്ല. ഒരു തവണയെങ്കിലും നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്കൊരു ശത്രു ഉണ്ടെന്നെങ്കിലും വിശ്വസിക്കാം. ഇതിപ്പോ അങ്ങനെയും അല്ല. ഇത്രയൊക്കെ ആയിട്ടും കാവേരി ചേച്ചി മണ്ടിയെ പോലെ സംസാരിക്കരുത്. ഇന്നലെ ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുളിച്ചിട്ട് കിച്ചണിൽ കയറാം. കാവേരി ചേച്ചി റൂമിലേക്ക് പൊയ്ക്കോ. ദിനേശേട്ടാ, ദിനേശേട്ടാ, എഴുന്നേൽക്ക്.
ഇന്നലെ ഇവിടെയാണോ വന്ന് കിടന്നത്? എനിക്ക് പിന്നെ റൂമിൽ പോയി കിടക്കാൻ പറ്റുമോ? അമ്മുന്റെ കാര്യത്തില് ദിനേശേട്ടനല്ലേ ഉറപ്പുണ്ടായിരുന്നേ? പിന്നെന്തിനാ ഇവിടെ വന്ന് ചുരുണ്ട് കിടന്നേ? വ്രതം കഴിയുന്നതുവരെ ഭാര്യ ദേവതയെ പോലെ കാണണമെന്ന പെരുവണ്ണാവിടുത്തെ തിരുമേനി പറഞ്ഞത്. ഇന്നലെ രാത്രി അമ്മുവിന് കൂട്ടുകിടക്കണമെന്ന് നീ പറഞ്ഞു, ഞാനത് സമ്മതിച്ചു. അത് സത്യമായ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ദിനേശേട്ടൻ പറഞ്ഞതല്ലേ സത്യമായത്? അമ്മ സുഖമായി ഉറങ്ങി. എനിക്ക് സത്യമായി തോന്നിയതേ നീ പറഞ്ഞതില്ല. ഇതെന്താ ഉറക്കപ്പിച്ച് പറയുവാണോ? നീ ഒരു കപ്പ് ചായ ഉണ്ടായിക്കൊണ്ടെന്ന്. ഞാൻ സഞ്ജുനൊന്ന് വിളിക്കട്ടെ. ആ അങ്ങനെ നേരായ വഴിക്ക് ചിന്തിക്ക്. ദിനേശേട്ടാ, ഇന്നലെ ഞങ്ങൾ കിടക്കുന്ന റൂമില് ആരെങ്കിലും വന്നായിരുന്നോ? അമ്മൂന് എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? ബാത്റൂമിന്റെ ഡോറ് കുത്തിപ്പൊളിച്ചതുപോലെയുണ്ട്. അമ്മു ഊഹിച്ച സത്യം തന്നെയാ. ആരാ ദിനേശേട്ടാ വന്നത്? അമ്മും കാവേരി ഉറങ്ങിക്കഴിഞ്ഞപ്പോ മോളെ ലക്ഷ്യം വെച്ച് ഗൗതവും കവിതയും റൂമിൽ വന്നിരുന്നു. നിങ്ങളിൽ ആരോ ഉണർന്നപ്പോ അവർ ബാത്റൂമിൽ കയറിയിട്ടുണ്ടാവും. ഞാൻ ഉണർന്നിട്ടില്ലല്ലോ. എങ്കിൽ കാവേരിയാവും. അവൾ ഭാഗ്യത്തിന് ബാത്റൂമിൽ കയറിയില്ല. ഡോറ് കുറ്റിയിടാതെ കണ്ടപ്പോ അവൾ പുറത്തുനിന്ന് കുറ്റിയിട്ട് കാണും. കവിതയും ഗൗതവും അവിടെ പെട്ടതാവും. അവൻ വാതിൽ കുത്തി തുറന്ന പുറത്തിറങ്ങിയത്. ദിനേശേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? രണ്ടിനെ ഞാൻ കൈയോടെ പിടിച്ചു. എന്റെ മുമ്പിലാ അവർ രണ്ടുപേരും ഒന്ന് ചാടിയത്. അടി കൊടുത്ത ഗൗതമിനെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയത്. പാളയത്തിൽ തന്നെ ശത്രുക്കളാ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. ദക്ഷയും ഗൗതമും കൂടപ്പുറപ്പുകളാണെന്നുള്ള കാര്യം മറന്നുകൂടാ. അപ്പോ അയാളെ പറ്റിയൊരു വിവരമില്ലെന്ന സ്ത്രീ പറഞ്ഞത് കള്ളാണോ? അത് സത്യമാവാൻ നമ്മളെ സാധ്യത. ഈ കുടുംബം തകർക്കാൻ വന്നവൾ ഇവിടത്തെ പെണ്ണിനെ സഹോദരൻ ഭാര്യയാക്കി വെച്ചതെന്ന് അറിഞ്ഞാൽ അവൾ സഹിക്കോ? ദക്ഷ അതറിയുന്ന നിമിഷം കവിതയുടെ ജീവൻ തന്നെ നഷ്ടമായി വരും. കാവേരി കൂടെ ഉള്ളതുകൊണ്ട് അമ്മു രക്ഷപ്പെട്ടു. മോളെ, ഇവിടെ ആരും ഇതറിയണ്ട. ബാത്റൂമിന്റെ ഡോറ് ഞാൻ ശരിയാക്കി തരാം. ശരി ദിനേശേട്ടാ. എന്റെ മോനെ ദേവി കാത്തു. അവളുടെ സങ്കടം കണ്ട ഏത് ദൈവ മോനെ കണ്ണു തുറക്കാത്തത്? കൈവെള്ളയിൽ വെച്ച കർപ്പൂരം കത്തിച്ചത്. ആ കൈ കണ്ടപ്പോ എന്റെ മനസ്സ് പൊള്ളിപ്പോയി. മോളെ വിളിച്ച് കരഞ്ഞ് അവിടെ ഇരിക്കുന്ന കാഞ്ചന ഇത് വല്ലതും അറിയുന്നുണ്ടോ മോനെ? അമ്മ അവളെ ഇനി ഇങ്ങോട്ട് അയക്കണ്ട. വല്യപ്പച്ചിന്ന് അത്രയൊക്കെ കേട്ടിട്ടും അവള് പോകാൻ തയ്യാറാവാതെ നിന്നതാ. ഞാൻ സ്വരം കടുപ്പിച്ചിട്ടാ പോകാൻ കൂട്ടാക്കിയത്. അവൾ അങ്ങോട്ട് വരില്ല മോനെ. അമ്മു അങ്ങനെയൊക്കെ പറയും. അവൾക്ക് സ്വാതിയെ കാണാതിരിക്കാൻ പറ്റില്ല. അതുപോലെ സ്വാതിക്കും. അമ്മ വന്ന പ്രഭയങ്ങളും വല്യപ്പച്ചും വീണ്ടും വഴക്കിടും. സ്വാതി ഉച്ചയ്ക്ക് മുമ്പ് കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയല്ല ഡോക്ടർ. ആണോ? ബ്ലഡിലെ പോയിസന്റെ അളവ് കുറഞ്ഞു തുടങ്ങി. ഈശ്വര. ഇപ്പോ ഡോക്ടറിന്റെ കൺട്രോളിലെ കാര്യങ്ങളൊക്കെ. നല്ലത്. മെഡിസിനും നന്നായിട്ട് ഫലിക്കുന്നുണ്ട്. വിളിച്ചാൽ അവൾ അറിയുന്നുണ്ട്. അത് മുഖം കണ്ടാൽ അറിയാമേ. അവൾ ഉണരുമ്പോ മോൻ വിവരം അറിയിക്കണം. ശരി, അമ്മ വെച്ചോ. ഞാൻ വല്യപ്പച്ചോടൊന്ന് വിവരം പറയട്ടെ. ശരി മോനെ. അമ്മേ, ഇത് ചായ. മോളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചതാ. സഞ്ജുവിനെ ഞാനിപ്പോ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ചേച്ചി കണ്ണു തുറന്നു അമ്മേ. അതത്ര എളുപ്പം നടക്കുന്ന കാര്യമാണോ മോളെ? ശരീരത്തിൽ കയറിയത് വിഷല്ലേ? നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? പക്ഷേ നമ്മളിനി പേടിക്കാനൊന്നുമില്ല. ഉച്ചയ്ക്ക് മുമ്പ് അവൾ ഉണരൂന്ന് സഞ്ജു പറഞ്ഞത്.